ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ 1 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് പൊടികൾ അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ച് യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പൊടികൾ ഈവനായിട്ട് മിക്സ് ആവുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 100 ml പാൽ വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വിനെഗർ ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു കേക്കിലുള്ള മുട്ടയുടെ ബാഡ് സ്മെല്ലില്ലേ, അത് ഒഴിവാക്കാനും നല്ലതാണ്. വാനില എസൻസ് ചേർക്കുന്നുണ്ട്, എന്നാലും വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാലും കുറേ ആൾക്കാർ പറയാറുണ്ട് മുട്ടയുടെ മണം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് നല്ലൊരു ഇതാണ് വിനെഗർ ചേർക്കുന്നത്. ഇനി ഒരു 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇടയിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്താൽ മതി, ഫുൾ ഒന്നിച്ച് ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 100 ml വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബട്ടർ മിൽക്കില്ലേ, അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ആക്കുക. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച പൊടികളില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 തവണയാക്കിയിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണം. എല്ലാം ഒന്നിച്ച് ചേർക്കുമ്പം കുറച്ച് കട്ട് കിട്ടും. ഇതിനിടയിൽ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ബാറ്റർ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തടവിയെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് നന്നായിട്ട് ഒരു 2-3 തവണ തട്ടിക്കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിൽ ബേക്ക് ചെയ്യുന്നത് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറിൽ ബേക്ക് ചെയ്യുന്നില്ലെങ്കിൽ സോസ് പാൻ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊരു 40 to 45 മിനിറ്റ്സ് ആണ് ഇത് റെഡിയായി കിട്ടാൻ വേണ്ടത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലോണം പൊന്തി മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം റെഡിയായി കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ കേക്ക് തണുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിന് ചോക്ലേറ്റ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടുന്നവരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ലെവലായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. എത്രത്തോളം നമ്മൾ ലെവലായിട്ട് കട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഏറ്റവും മുകളിലെ ലെയർ താഴെ വെക്കുക. ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷുഗർ സിറപ്പിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കേക്ക് വെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഉണ്ടാക്കി വെച്ച ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. എല്ലാ ലെയറിലും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയർ കേക്ക് വെക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് വെറ്റാക്കി എടുക്കുക. ക്രീം വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് അങ്ങ് വിതറി കൊടുക്കുക. ഇനി അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്.
ഞാൻ ഇടയിൽ ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിന് പകരം ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ, അതും നല്ല ഉണ്ടാവും. ഇത് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. മാക്സിമം നീറ്റാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഇടയ്ക്ക് ഒരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് ഒരു ഫൈനൽ കോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ലെവലാക്കി എടുക്കുക. പിന്നെ ഇനി ഫൈനൽ ഡെക്കറേഷൻസ് ആണ്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ നൂറിൻ്റെ N1 റോസറ്റ് വരക്കുന്ന നോസിലില്ലേ, അത് വെച്ചിട്ട് മുകളിൽ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുത്തതിന് ശേഷം നടുവിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് താഴെയും കൊടുക്കുന്നത്. താഴെ ഡിസൈനൊന്നും വരച്ച് കൊടുക്കുന്നില്ല. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് താഴ്ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ബോർഡറായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ കട്ട് ചെയ്തത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ പുറത്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്